എസ് കെ സജീഷ് കേട്ടല്ലോ, അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രതികരണമാണ് കണ്ടത്. ഇതിപ്പോൾ പദ്ധതി വരുന്നത് വികസനത്തിന് വേണ്ടി, വികസന വിരോധികളായ പ്രതിപക്ഷം ഇതിനെ എതിർക്കുന്നു എന്നാണ് ആവർത്തിച്ച് മന്ത്രി, എക്സൈസ് മന്ത്രിയായാലും സർക്കാരായാലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വികസനം വരുമ്പോൾ ജനത്തിന് വേണ്ടിയിട്ടാണല്ലോ ആത്യന്തികമായി വികസനം. അപ്പോൾ ആ ജനം നിരാകരിക്കുന്ന വികസനം ആ പ്രദേശത്ത് നിർബന്ധപൂർവ്വം നടപ്പാക്കുന്നതിനെ എങ്ങനെ വിശദീകരിക്കും സജീഷ്? ജനങ്ങളെ എതിർത്തുകൊണ്ട് നിർബന്ധപൂർവം ഒരു പദ്ധതി നടപ്പിലാക്കുകയാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ആദ്യം ഒരു പുകമറ സൃഷ്ടിക്കുക, പിന്നെ ജനങ്ങളെ എതിരാക്കാനുള്ള ചില ഭീതികരമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക. ഇതെല്ലാം കേരളത്തിൽ ഓരോ പദ്ധതിയും വരുമ്പോഴും ആ പദ്ധതിയെ മുടക്കാനായി പ്രതിപക്ഷം സ്വീകരിക്കുന്ന ഒരു നയമാണ്. എനിക്ക് തന്നെ ഓർമ്മയുണ്ട്, എൻ്റെ വ്യക്തിപരമായി തന്നെ എൻ്റെ സ്ഥലത്തുകൂടെ ഗെയിൽ പൈപ്പ് ലൈൻ കടന്നുപോയിരുന്നു. ഞാനൊരു ദിവസം വീട്ടിലെത്തിയപ്പോൾ അവിടെ ഒരു നോട്ടീസ് കണ്ട് വീട്ടിലുള്ളവർ വരെ ഞെട്ടിപ്പോയിരുന്നു. ആ നിലയിലായിരുന്നു പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നത്. എന്നിട്ടെന്തായി? അത്തരത്തിലൊക്കെ ഇപ്പോൾ പൊട്ടിത്തെറിക്കുമെന്നെല്ലാമുള്ള പ്രചാരണം നടത്തും. അതുപോലെ തന്നെയാണ് ഇവിടെ ജലത്തെ ചൂഷണം ചെയ്യുകയാണ് എന്നുള്ള രീതിയിലുള്ള പ്രചാരണം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ തരത്തിലുള്ള ഒരു ചൂഷണവും ഉണ്ടാകില്ല എന്ന് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി അതിൻ്റെ രേഖാപരമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിലുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അടിസ്ഥാനമാക്കിയിട്ടാണ് ഇപ്പോൾ ഇതിനുള്ള പ്രാഥമിക അനുമതി ഗവൺമെൻറ് നൽകിയിരിക്കുന്നത്. പ്രാരംഭ അംഗീകാരം മാത്രമാണ് നൽകിയിരിക്കുന്നത്. ഇനി മറ്റെല്ലാം ഇവിടെ ഏത് മേഖലയിലാണെങ്കിലും ആ വകുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ അനുമതിയും ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ എക്സൈസ് വകുപ്പിൻ്റെ ഉൾപ്പെടെയുള്ള അന്തിമ അനുമതി ഇതിന് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ പ്രാഥമിക അനുമതി ലഭിക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ പ്രചരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഇവിടെ ഒരു തുള്ളി വെള്ളം പോലും ആ പ്രദേശത്ത് ഈ പദ്ധതിയുടെ ഭാഗമായി ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നില്ല. ഇവിടെ വ്യാവസായിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വാട്ടർ അതോറിറ്റി നൽകുന്ന ജലം അതിൻ്റെ 5% മാത്രമാണ് അവിടെ പാലക്കാട് ഉപയോഗിക്കുന്നത്. ബാക്കി ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൃത്യമായി ഇത് പ്രവർത്തിക്കാൻ വേണ്ടി കഴിയും. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ വാട്ടർ അതോറിറ്റിയുമായി അതിൻ്റെ കരാറുണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവർ മഴവെള്ള സംഭരണി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായി അവർ ഉൾപ്പെടുത്തും എന്ന് ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുണ്ട്. അല്ലാതെ നേരിട്ട് ഭൂഗർഭജലമോ അല്ലെങ്കിൽ അവിടെയുള്ള മറ്റേതെങ്കിലും രീതിയിൽ ജലം ഉപയോഗിക്കില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് ഈ പദ്ധതി മുന്നോട്ട് പോകുന്നത്. പിന്നെ നമ്മൾ പ്രധാനമായും കാണേണ്ടത്, ഇവിടെ ഇത്തരമൊരു യൂണിറ്റ് വരുമ്പോൾ ഇപ്പോൾ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന മദ്യമായാലും അതുപോലെ തന്നെ മറ്റ് ആൽക്കഹോൾ ഉൽപ്പന്നങ്ങളായാലും എല്ലാം തന്നെ, എഥനോൾ ഉൾപ്പെടെയുള്ള ആൽക്കഹോൾ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ പുറത്തുനിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പുറത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ, ഒരു വ്യവസായം എന്നുള്ള നിലയ്ക്ക് അത് ഉൽപ്പാദിപ്പിക്കാനാണ് ഒരു അപേക്ഷ വരുന്നത്. 600 കോടിയുടെ നിക്ഷേപമാണ് അതിൻ്റെ ഭാഗമായി വരുന്നത്. 650ഓളം പേർക്ക് നേരിട്ടും 2000-ലധികം പേർക്ക് പരോക്ഷമായും ജോലി കിട്ടുന്ന ഒരു നിക്ഷേപമാണ്. അതൊരു വ്യവസായമാണ്. ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുന്നത്, ഇവിടെ മദ്യവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇത് ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ മദ്യം കേരളത്തിലൂടെ പൈപ്പ് തുറന്നാൽ ഒഴുകുന്നൊരു കമ്പനി ഉണ്ടാക്കുകയാണ് എന്ന് കരുതും. മദ്യം ഇവിടെ ഉൽപ്പാദിപ്പിച്ചാലും അല്ലെങ്കിൽ പുറത്തു നിന്ന് ഈ കമ്പനി തന്നെ ഉൽപ്പാദിപ്പിക്കുന്നത് കേരളത്തിലേക്ക് വാങ്ങുന്നുണ്ട്. അത് വാങ്ങിക്കഴിഞ്ഞാലുമെല്ലാം കേരളത്തിൽ അത് വാങ്ങാനുള്ള അവകാശം വെബ്കോയ്ക്ക് മാത്രമേ ഉള്ളൂ. വെബ്കോ വാങ്ങി ആവശ്യമുള്ള ഔട്ട്ലെറ്റുകളിലേക്ക്, ബാറുകളിലേക്ക്, മദ്യശാലകളിലേക്കെല്ലാം വെബ്കോയിലൂടെ മാത്രമാണ് കേരളത്തിൽ മദ്യം വിതരണം ചെയ്യുന്നത്. ഇത് കേരളത്തിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, അതിൻ്റെ വിലയിൽ വ്യത്യാസമുണ്ടാകും. മാത്രവുമല്ല, ഇവർ ഈ ആരോപണങ്ങളും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും എല്ലാം ശ്രമിക്കുന്നത് കർണാടകത്തിലെ കോൺഗ്രസ് നേതാവിന്റെ പ്ലാന്റ് ഉൾപ്പെടെയാണ്. ശരി, ഞാൻ ഇനി ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ സജീഷ്, ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ ഞാൻ പറയട്ടെ. അതായത് വെള്ളവുമായി ബന്ധപ്പെട്ട് പറഞ്ഞല്ലോ, അവിടെയുള്ള ഗ്രൗണ്ട് വാട്ടർ യൂസ് ചെയ്യില്ല. ശരി, ആ ഉത്തരവിൽ, സർക്കാർ ഉത്തരവിൽ ഈ പറയുന്ന 18 ലിറ്റർ ആണ് വർഷം, 18 ലിറ്റർ മദ്യമാണ് അവിടെ ബ്രൂവറിയിൽ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ എത്ര വെള്ളം ആവശ്യമുണ്ട് എന്ന് അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയൊന്നില്ല. എത്ര വെള്ളം ആവശ്യമായി വരും എന്ന് കൃത്യമായി രേഖപ്പെടുത്തേണ്ടതല്ലേ? അപ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ നീങ്ങുക. ഇനി ഇവർക്ക് 24 ഏക്കർ സ്ഥലമാണ് കൊടുക്കുന്നതെങ്കിൽ ആ 24 ഏക്കർ സ്ഥലത്തു നിന്നും എങ്ങനെയാണ് മഴവെള്ളം ഈ ആവശ്യമായ 18 ലക്ഷം ലിറ്റർ മദ്യത്തിന് ആവശ്യമായ വെള്ളം എത്രത്തോളം ശേഖരിക്കാൻ കഴിയും ഈ 24 ഏക്കറിൽ നിന്ന് എന്നുള്ള ചോദ്യം. വാട്ടർ അതോറിറ്റി നൽകുമെന്ന് പറയുന്ന വെള്ളത്തിൻ്റെ അളവ് എത്ര? ഇതും അറിയേണ്ടതല്ലേ? വാട്ടർ അതോറിറ്റിക്ക് എല്ലായിടത്തും, എല്ലാ ജില്ലകളിലും കൃത്യമായി കുടിവെള്ളം എല്ലാ ദിവസവും കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം കൂടിയുള്ള
സംസ്ഥാനമാണിവിടെ. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരുപക്ഷെ കേരളത്തിലെ സാഹചര്യം വ്യത്യസ്തമായിരിക്കും. പക്ഷെ പാലക്കാട് അത് വരണ്ട ഭൂമിയാണ്, മഴനിഴൽ പ്രദേശത്താണ് ഇങ്ങനെ ഒരു പദ്ധതി വരുന്നത്. അവരുടെ ആശങ്ക അകറ്റണമെങ്കിൽ അവിടേക്ക് വെള്ളം എവിടെ നിന്ന് എത്ര കൊണ്ടുവരുന്നു എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. അതൊന്ന്. ഇനി താങ്കൾ പറയുന്നത് വ്യവസായം കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ ഒരു കമ്പനി ഇത് അല്ല, താങ്കൾ പറഞ്ഞതിൽ നിന്നുള്ള ഉപചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾ ചോദിച്ച ശേഷം ബാക്കി പറയാം. സജീഷിനോട് ചോദ്യം, സജീഷിന് വ്യക്തത വരുത്താനുള്ള സമയമാണ്. സജീഷ് മാർക്ക് ചെയ്തോളൂ. സജീഷ് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഇന്നാളെ എന്റെ ഉപചോദ്യം, അതുകൊണ്ട് മാർക്ക് ചെയ്ത് വെച്ചോളൂ. ഇതൊരു ചോദ്യമാണോ? ഇതൊരു എസ്സേ അല്ലേ? എന്നാ എത്ര ലിറ്റർ വെള്ളം എന്ന് പറഞ്ഞോളൂ. അടുത്ത ചോദ്യം ചോദിക്കാം. ഞാനൊന്ന് മറുപടി പറയാം. അല്ല, സജീഷ് പറയൂ, എത്ര ലിറ്റർ വെള്ളം എന്ന് പറയൂ. ഉത്തരവിൽ സെക്കൻഡേ വേണ്ടു. എത്ര ലിറ്റർ വെള്ളം എന്ന് പറഞ്ഞോളൂ. അടുത്ത ചോദ്യം എനിക്ക് സജീഷിനോടാണ്, അതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം ചോദിക്കാമെന്ന് പറഞ്ഞത്. ചില കാര്യങ്ങൾ പറഞ്ഞില്ല എന്ന് വരും. തീർച്ചയായും ചോദ്യം ചെറുതാക്കി ചോദിച്ച് ഉത്തരവും പരമാവധി ചെറുതാക്കി പറഞ്ഞ് നമുക്ക് സമയം കളയാതിരിക്കാമല്ലോ. ഒന്ന്, ഇവിടെ താങ്കൾ ഉൾപ്പെടെ സൂചിപ്പിക്കുമ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഭാഗമായി വന്നു. ചോദ്യം ഞാൻ നീട്ടരുതെന്ന് പറയാൻ കാരണം ചോദ്യത്തിൻ്റെ അകത്ത് തന്നെ ഒരുപാട് സംശയങ്ങൾ ജനിപ്പിക്കുന്ന ചില പ്രയോഗങ്ങളുണ്ട്. അവർക്ക് ഭൂമി കൊടുക്കുന്നതല്ല, അവരുടെ ഭൂമിയിലാണ് വ്യവസായം വരുന്നത്. എങ്ങനെയാണോ മറ്റ് വ്യവസായങ്ങൾ കേരളത്തിൽ ആരംഭിക്കുന്നത് അതുപോലെ തന്നെ ഒരു വ്യവസായ സംരംഭം അതിൻ്റെ ഭാഗമായി അവരുടെ അപേക്ഷ താങ്കൾ പറഞ്ഞിരുന്നു ഭൂമി അവർക്ക് വിട്ടുകൊടുക്കുന്നത് എന്ന് പറഞ്ഞു. ആളുകൾ തെറ്റിദ്ധരിക്കും. അതുകൊണ്ടാണ് വാക്കുകൾക്ക് ഓരോന്നിനും എനിക്ക് കൃത്യമായി അറിയാം. അവിടെയുള്ള 24 ഏക്കറിൽ എങ്ങനെയാണ് അവിടെ മഴവെള്ളം ശേഖരിക്കുക എന്നതാണ് ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഒരു വർഷം 18 കോടി ലിറ്റർ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ എത്ര വെള്ളം വേണം അവരറിയിച്ചിട്ടുണ്ടോ? ആ വെള്ളം വാട്ടർ അതോറിറ്റിയിൽ നിന്നും എത്ര ലിറ്റർ വെള്ളം കൊടുക്കും? ഇനി മഴവെള്ള സംഭരണിയിൽ എത്ര ലിറ്റർ വെള്ളം ശേഖരിക്കും? ഇനി പറഞ്ഞോളൂ. പറയാം. സ്മൃതി ചർച്ച കഴിഞ്ഞിട്ട് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. സ്മൃതി അറിയാതെ പറഞ്ഞു. ഞാനതുകൊണ്ടാണ് ചോദ്യം നീട്ടരുതെന്ന് പറഞ്ഞത്. ഇവർക്ക് 24 ഏക്കർ ഭൂമി കൊടുത്ത് അവിടെ നിന്ന് ഇത്രയും വെള്ളം കിട്ടുമോ മഴവെള്ള സംഭരണിയിൽ എന്നായിരുന്നു ചോദ്യം. ഭൂമി കൊടുത്തതല്ല എന്ന് എനിക്ക് വ്യക്തമാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. താങ്കൾക്ക് പിന്നീട് വ്യക്തമായിക്കോളും. ഒന്ന്, ഞാൻ ഈ പറഞ്ഞ ജലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വാട്ടർ അതോറിറ്റി തന്നെ വ്യാവസായിക ആവശ്യങ്ങൾക്ക് കൊടുക്കുന്ന ജലമുണ്ട്. മലമ്പുഴയിൽ നിന്ന് തന്നെ അതിൻ്റെ കപ്പാസിറ്റിയിൽ ഈ പറഞ്ഞ ആവശ്യങ്ങൾക്ക് 0.000044% വെള്ളം മാത്രമാണ് ഈ പറഞ്ഞ ആവശ്യത്തിന് ഈ വ്യവസായവുമായി ബന്ധപ്പെട്ട ആവശ്യം വരൂ ചില കണക്കുകൾ പ്രകാരം. പിന്നെ ഒരു കാര്യം, ഇതിൽ അവർ തന്നെ അവരുടെ കൃത്യമായി അവരുടെ ഇപ്പം വന്ന അപേക്ഷയുടെ ഭാഗമായി പറയുന്നുണ്ട്, ഞങ്ങൾ സീറോ വേസ്റ്റ് ആണ്. അതായത് അവർ പുറത്തേക്ക് വരുന്ന ജലം ഉൾപ്പെടെ അവർ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കും. അതുകൊണ്ട് ജലം പൂർണ്ണമായി അവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ജലം ഏതെങ്കിലും രീതിയിൽ അവിടെയുള്ള ഗ്രൗണ്ട് വാട്ടർ ഉപയോഗിച്ചുകൊണ്ടല്ല. അത് നിയമപരമായി അവർക്ക് ഉപയോഗിക്കാനും കഴിയില്ല. അപേക്ഷ പരിഗണിക്കുമ്പോൾ നിയമപരമായ എല്ലാ കാര്യങ്ങളും വെച്ചുകൊണ്ട് തന്നെ നിലവിലുള്ള എല്ലാ നിയമങ്ങളും നിബന്ധനകളും പാലിച്ചുകൊണ്ട് മാത്രം ആണ് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയൂ എന്നതാണ് ഈ പറഞ്ഞ പ്രാഥമികമായ അനുമതിയിലുള്ള പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഗ്രൗണ്ട് വാട്ടർ എടുക്കാൻ വേണ്ടി പറ്റില്ല. അതില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഭാഗമായിട്ടുള്ളത്. രണ്ടാമത്തേത്, ഇങ്ങനെ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ എത്ര ലിറ്റർ വേണം അതൊക്കെ കണക്കാക്കി അതിനാവശ്യമായ ജലം കുറഞ്ഞാൽ ഉൽപ്പാദനം കുറയുന്നേ ഉള്ളൂ. അല്ലാതെ ജലം മറ്റേതെങ്കിലും രീതിയിൽ കണ്ടെത്തി ഉൽപ്പാദനം കൂട്ടാൻ വേണ്ടി കഴിയില്ല. ഉൽപ്പാദനത്തിനാവശ്യമായ ഘടകങ്ങൾ ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇനി ഒരു കാര്യം, ഇത്രയും ലിറ്റർ മദ്യം ഈ പറഞ്ഞ എത്തനോളും എല്ലാം തന്നെ കേരളത്തിൻ്റെ പുറത്തുനിന്നാണ് വരുന്നത്. ഇതുവരെ വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ പുറത്തുനിന്നാണ്. കേരളത്തിന്റെ പുറത്ത് നിന്ന് ഇതേ കമ്പനിയുടെ ഉൽപ്പന്നം കേരളത്തിൽ വാങ്ങുന്നുണ്ട്. പക്ഷെ അങ്ങനെ വാങ്ങുമ്പോൾ ഇവിടെ ഈ സമരം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയൊരളവ് വരുന്നത് കോൺഗ്രസ് നേതാവിൻ്റെ കർണാടകത്തിലുള്ള കമ്പനിയിൽ നിന്നാണ്, ശ്രീ ജോണിന്റെ കമ്പനിയിൽ നിന്നാണ്. അപ്പോൾ അത് അവിടെ എന്തെങ്കിലും നഷ്ടം ഉണ്ടാകും എന്ന് കരുതിയിട്ടാണോ ഇവിടെ ഈ ശ്രീ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള Debate with Smriti Parathikkad.